in our daily life we are using this operation amplifier in many ways. Different ways നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ നമ്മളത് നോക്കുക ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് യൂസ് ചെയ്യുന്നതെന്ന്. ഞാൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ലോഗരിതം, ആൻറ്റി ലോഗരിതം, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അതുപോലെ ഇഷ്ടംപോലെ സർക്യൂട്ടുകളിൽ നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി ആംപ്ലിഫിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഫോർ നമ്മൾ ഹൈ ഗെയിൻ ആംപ്ലിഫിക്കേഷൻ ആവശ്യമുള്ള സമയത്തൊക്കെ ഓപ്പറേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യാറുണ്ട്. കാരണം നമുക്കറിയാം ഇന്നലെ നമ്മളതിൻ്റെ സർക്യൂട്ട് നോക്കിയായിരുന്നു. അതിൻ്റെ ഗെയിൻ വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ്, ഇൻപുട്ട് ഇമ്പിഡൻസ് വളരെ കൂടുതലാണ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വളരെ കുറവാണ്. സോ ഇതെല്ലാം ഒരു ഐഡിയൽ കണ്ടീഷനാണ്, ഒരു ആംപ്ലിഫയറിന് വേണ്ട ഐഡിയൽ കണ്ടീഷൻസാണ്. അതെല്ലാം തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ആംപ്ലിഫയറാണ് ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ആ കാര്യങ്ങളായിരുന്നു നമ്മൾ നോക്കിയത്. ഇനി ഓപ്പറേഷൻ ആംപ്ലിഫയർ ഞാൻ ആദ്യമേ പറഞ്ഞു, അതിന് 2 ഇൻപുട്ട് ടെർമിനലും ഉണ്ട്, ഒരു ഔട്ട്പുട്ട് ടെർമിനലും ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻവെർട്ടിംഗ് ടെർമിനലും ഉണ്ട്, നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലും ഉണ്ട്. ഇൻവെർട്ടിംഗ് ടെർമിനൽ എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനലാണുള്ളത്. നെഗറ്റീവ് ടെർമിനലായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇൻവെർട്ടിംഗ് ടെർമിനലിൽ നമ്മളൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. ദെൻ നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലുണ്ട്, ദാറ്റ് ഈസ് പോസിറ്റീവ് ടെർമിനലായിട്ടാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഫേസ് ഷിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല. വാട്ട് എവർ ദ സിഗ്നൽ, ഔട്ട്പുട്ടിൽ ഫേസ് ഷിഫ്റ്റ് ഒന്നും ഉണ്ടാവില്ല. എസ്പെഷ്യലി നമ്മൾ സൈനസോയിഡൽ സിഗ്നൽ അതുപോലത്തെ സിഗ്നൽ പറയുമ്പോൾ ഉള്ള കേസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ദെൻ വി ക്യാൻ ഹാവ് ആംപ്ലിഫിക്കേഷൻ പർപ്പസ്. എങ്ങനെയാണ് ആംപ്ലിഫിക്കേഷൻ പർപ്പസ് മീറ്റ് ചെയ്യുന്നതെന്നാണ്. നമ്മൾ ഓപ്പൺ ലൂപ്പ് കണ്ടീഷനിൽ ആംപ്ലിഫയർ ആയിട്ട് ഓപ്പറേഷൻ ആംപ്ലിഫയർ യൂസ് ചെയ്യാറില്ല. കാരണം ഹൈ ഗെയിൻ ആയ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാച്ചുറേറ്റ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഞാൻ പറഞ്ഞു ഒരു 10,000 100,000 ഗെയിന്. ഈവൻ നമ്മളൊരു മില്ലി വോൾട്ടേജ് റേഞ്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു 50 വോൾട്ടേജ് 100 വോൾട്ടേജ് ആ ലെവലിലേക്കൊക്കെ ഔട്ട്പുട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരും. അപ്പം അത് ഒരിക്കലും ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് തരില്ല. ആ കണ്ടീഷനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എക്സീഡ് ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ സാച്ചുറേറ്റ് ആയി എന്ന് പറയുന്ന കണ്ടീഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പം ഒരിക്കലും ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്ലസ് VCCനേക്കാളും മൈനസ് VEനേക്കാളും കൂടുതലായിട്ട് പോവില്ല. അത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു പ്രോബ്ലം ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള KCL, കിർച്ചോഫ് കറണ്ട് ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വെച്ചിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലം ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, സോ ജസ്റ്റ് ഞാനൊന്ന് റിവൈസ് ചെയ്തേ ഉള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണെന്നൊന്ന് റിവൈസ് ചെയ്തേ ഉള്ളൂ. ദെൻ വി ക്യാൻ ഗോ ഫോർ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ഓക്കെ, സോ ഇൻവെർട്ടിംഗ് ടെർമിനലിൽ കൊടുക്കുന്ന ആംപ്ലിഫയറിനാണ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. അപ്പം വാട്ട് ആർ ദ ഗോൾഡൻ റൂൾസ് ഓഫ് ഓപ്പറേഷൻ ആംപ്ലിഫയർ? അത് ആംപ്ലിഫയർ നോക്കുന്നതിന് മുമ്പ് 2 ഗോൾഡൻ റൂളുണ്ട്. ഗോൾഡൻ റൂൾ ഫോർ ഓപ്പാംപ്. ദ ഫസ്റ്റ് റൂൾ ഈസ് ഓപ്പാംപ് ഡ്രോസ് നോ കറണ്ട് എന്നുള്ളതാണ്. നോ കറണ്ട്. ഓക്കെ, ഓപ്പാംപ് ഡ്രോസ് നോ കറണ്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? ഓപ്പാംപ് ഡ്രോസ് നോ കറണ്ട് ബിക്കോസ് ദ ഇൻപുട്ട്. നമ്മളിനി എല്ലാ ആംപ്ലിഫയറും, ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ വെച്ചിട്ടുള്ള എല്ലാ ആംപ്ലിഫയർ സർക്യൂട്ടും 99% സർക്യൂട്ടും ഐഡിയൽ കണ്ടീഷനിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഐഡിയൽ കണ്ടീഷൻ. സോ ഓൾ ആർ ഇൻ ഐഡിയൽ കണ്ടീഷൻ. അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഐഡിയൽ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയറിൽ പറയുന്നത്. ഒപ്പം ഡ്രോസ് നോ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. ഇമ്പിഡൻസ് ഈസ് ഇൻഫൈനൈറ്റ്. ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻഫൈനൈറ്റ് ആയ കാരണം ഓപ്പൺ ടെർമിനൽ പോലെയാണ് ആക്ട് ചെയ്യുക. ഇൻപുട്ടിൽ ഓപ്പൺ ടെർമിനൽ പോലെയാണ് ആക്ട് ചെയ്യുക. അതായത് ഓപ്പൺ ടെർമിനലായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ ആംപ്ലിഫയറിലേക്ക് കറണ്ട് ഒന്നും പോവില്ല എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്.
നമുക്കറിയാം പ്രാക്ടിക്കലി ഓപ്പാമ്പിലേക്ക് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അതിനെ ആംപ്ലിഫൈ ചെയ്ത് നമുക്ക് കിട്ടുള്ളൂ. ബട്ട് ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആയ കാരണം നമുക്ക് ഓപ്പാമ്പിലൂടെ കറണ്ട് ഒന്നും പോകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഗോൾഡൻ റൂൾ പറയുന്നത്. സെക്കൻഡ് ഗോൾഡൻ റൂൾ പറയുന്നത് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റാണ്. വെർച്വൽ ഗ്രൗണ്ട് ഓർ വെർച്വൽ സിഗ്നൽ കൺസെപ്റ്റ്. വെർച്വൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് എവർ ദ ഇൻപുട്ട് ഓഫ് ദ ടെർമിനൽ, ഒരു ഇൻപുട്ടിൽ നമ്മൾ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലിൽ എന്താണോ വോൾട്ടേജ് അത് തന്നെയായിരിക്കും നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലെ വോൾട്ടേജ്. ഇൻവേർട്ടിംഗ് ടെർമിനലിൽ എന്ത് വോൾട്ടേജ് തന്നെയായിരിക്കും അത് തന്നെയാണ്. അപ്പോൾ ഒരു ഗ്രൗണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പം ഒരു ടെർമിനലിൽ ഞാൻ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഗ്രൗണ്ടാണ് കൊടുക്കുന്നത്, നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഗ്രൗണ്ട് വോൾട്ടേജ് തന്നെയായിരിക്കും ഒരു ഐഡിയൽ ഓപ്പാമ്പിൽ വരിക. അതെങ്ങനെയാണ് വരിക? വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് എങ്ങനെയാണ് ക്ലിയർ ആവുക അല്ലെങ്കിൽ ഇതാവുക എന്ന് ഞാൻ പറയാം. ഞാനിപ്പം ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ വരയ്ക്കുകയാണെന്ന് വിചാരിച്ചോളൂ. സോ വി നോ ദാറ്റ് ദർ ഈസ് എൻ ഓപ്പറേഷൻ ആംപ്ലിഫയർ. വി ഹാവ് നെഗറ്റീവ് ടെർമിനൽ, പോസിറ്റീവ് ടെർമിനൽ ഞാൻ ഗ്രൗണ്ട് ചെയ്തിട്ടെന്ന് വിചാരിച്ചോളൂ. ദാറ്റ് ദിസ് ഇസ് ഗ്രൗണ്ട്. ആൻസർ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, വി എ എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ. ഇവിടെ വി ബി എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ ഉണ്ടായി എന്ന് വിചാരിച്ചോളൂ. ശരിക്കും വി ഐ ഡി എന്ന് പറയുന്നതാണ് ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ്. അതായത് ഈ ഡിഫറൻസ് വോൾട്ടേജാണ് ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ആക്ച്വൽ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഒരു ഓപ്പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജുകൾ തമ്മിലുള്ള ഡിഫറൻസ് വോൾട്ടേജാണ്. ആൻഡ് ഇറ്റ്സ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. സോ ഐഡിയൽ കണ്ടീഷനാണ് പറയുന്നത്. ഹിയർ ദ ഗെയിൻ ഈസ് ഈക്വൽ ടു എ വിച്ച് ഈസ് ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ, വാട്ട് ഈസ് വി ഐ ഡി? ആക്ച്വലി നമ്മൾ ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ ആയിട്ട് ഏത് ആംപ്ലിഫയർ ആയിക്കോട്ടെ, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ദറ്റ് ഈസ് വി ഐ ഡി ആണ്. ഓക്കെ, ഏതൊരു ആംപ്ലിഫയറിൻ്റെയും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ആ സർക്യൂട്ടിൻ്റെ ഗെയിൻ ഇൻറ്റു ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ഗെയിൻ മൾട്ടിപ്ലൈഡ് ബൈ ഗെയിൻ കൂടുതലാണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുതലായിരിക്കും. അതാണ് ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ കണ്ടീഷൻ. ഇനി വാട്ട് ഈസ് വി ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഐ ഡി ഈസ് നത്തിങ് ബട്ട് വി എ മൈനസ് വി ബി ആണ്. സോ വി സീറോ is equal to A into VA minus VB. Okay, VA minus VB. Okay, so you can simply represent VA minus VB എന്ന് പറയുന്നത് V0 by A ആണ്. വേറെ ഈ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. വളരെ ഐഡിയൽ കേസിൽ ദിസ് ഇസ് ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ, സോ VA minus VB is equal to V0 by infinite എന്ന് പറയും. That is 0. Okay, so VA minus VB is 0. That means we can say that VA is equal to, that is VA is equal to VB. Okay, VA is equal to VB. That means ഈ both terminal voltage same ആണ്. ഇവിടെ VB 0 ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. That is why it is known as VA ടെർമിനലിലും ഗ്രൗണ്ട് വോൾട്ടേജ് ആണ് ഇൻ എഫക്റ്റ് കിട്ടുക. സോ ദിസ് പോയിന്റ് ഈസ് നോൺ ആസ് വെർച്വൽ ഗ്രൗണ്ട്. ഓക്കെ, ദിസ് ഇസ് വെർച്വൽ ഗ്രൗണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് റൂള് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റാണ്. അതായത് എന്താണ് ഈ ടെർമിനലിലെ വോൾട്ടേജ് അത് തന്നെയായിരിക്കും ഈ ടെർമിനലിലെ വോൾട്ടേജ്. ദറ്റ് ഈസ് ഗോൾഡൻ റൂൾ സെക്കൻഡ്. ഗോൾഡൻ റൂൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പാമ്പ് ഡ്രോസ് നോ കറണ്ട് എന്നുള്ളതാണ്. ഓപ്പാമ്പ് ഡ്രോസ് നോ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻപുട്ട് ടെർമിനലിലേക്ക് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യില്ല. ഈ ഇൻപുട്ട് ടെർമിനലിലേക്ക് നോ കറണ്ട് വിൽ ബി ഫ്ലോയിങ്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് റൂൾ. ഓക്കെ, സോ നമ്മൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഈ രണ്ട് റൂളുകൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ഡൗട്ട് വരുവാണെങ്കിൽ, ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ പ്രോബ്ലം ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയർ ആവും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഗോ ഫോർ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ ഇതിനകത്ത്? ഈ രണ്ട് കൺസെപ്റ്റ്, ഈ ഗോൾഡൻ റൂൾ കൺസെപ്റ്റ് കറക്റ്റായാൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ.
സോ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. സോ വാട്ട് ഈസ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ? ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറുടെ ഇൻവെർട്ടിംഗ് ടെർമിനലാണ് ഞാൻ സിഗ്നൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഐ ആം അപ്ലൈയിങ് ബി ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ഹിയർ. ഞാൻ ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്താണെന്നാണ്. ദിസ് ഈസ് V0 ഔട്ട്പുട്ട് വോൾട്ടേജ്, ദിസ് ഈസ് ദ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ്. സോ ഇതൊന്നും ഓപ്പൺ ലൂപ്പ് കണ്ടീഷൻ അല്ല, ക്ലോസ്ഡ് ലൂപ്പ് കണ്ടീഷനാണ്. ക്ലോസ്ഡ് ലൂപ്പ് കണ്ടീഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഉള്ള കണ്ടീഷനാണ്. ദാറ്റ് ഈസ് ഒരു പോർഷൻ ഓഫ് ഔട്ട്പുട്ട് ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫീഡ്ബാക്ക് കണ്ടീഷൻ. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഇതാണ് ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. ഇൻവെർട്ടിംഗ് ടെർമിനലിൽ സിഗ്നൽ കൊടുത്തേക്കുന്ന കാരണമാണ് നമ്മൾ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് റെസിസ്റ്റർ നെഗറ്റീവ് ടെർമിനലിലേക്കാണ് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആംപ്ലിഫയർ സർക്യൂട്ട് പഠിക്കുമ്പോൾ ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണെങ്കിലും ആംപ്ലിഫയർ സർക്യൂട്ട് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് സ്റ്റേബിളായിട്ടിരിക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്കിനാണ്. നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് സാധാരണ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ടിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത് ആകെ ഓസിലേറ്ററിൽ മാത്രമേ ഉള്ളൂ. കാരണം എന്താ, ഓസിലേറ്ററിൽ നമ്മൾ ഓസിലേറ്റർ സർക്യൂട്ടൊക്കെ നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. BSc അല്ലെങ്കിൽ MSc ഫിസിക്സിൻ്റെ ഇലക്ട്രോണിക്സ് എക്സ്പെരിമെൻ്റൽ ലാബിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടാവും. ഓസിലേറ്ററൊക്കെ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓസിലേറ്റർ ഉണ്ട്. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഉണ്ട്, ഹാർട്ട്ലി ഓസിലേറ്റർ ഉണ്ട്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓസിലേറ്റർ ഉണ്ട്. അങ്ങനത്തെ ഓസിലേറ്ററിൽ റിയലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇൻപുട്ടിൽ സിഗ്നൽസ് ഒന്നും അപ്ലൈ ചെയ്യില്ല, ഇൻപുട്ട് വോൾട്ടേജ് ഒന്നും അപ്ലൈ ചെയ്യില്ല. അത് നോയ്സിനെ, ഒരു പർട്ടിക്കുലർ നോയ്സ്, നമുക്കറിയാം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഇഷ്ടംപോലെ നോയ്സുകളുണ്ട്. ആ നോയ്സിനെ അതിനകത്തൊരു പർട്ടിക്കുലർ ഫ്രീക്വൻസിനെ ആംപ്ലിഫൈ ചെയ്തിട്ടാണ് അത് സർക്യൂട്ട് സിഗ്നൽ തരുന്നത്. അപ്പോൾ ഒരു 1 kHz ഫ്രീക്വൻസി ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ 1 kHz ഫ്രീക്വൻസിനെ മാത്രം ഫിൽറ്റർ ചെയ്തെടുത്ത് അതിനെ ആംപ്ലിഫൈ ചെയ്യാണ്. അങ്ങനെ ആംപ്ലിഫൈ ചെയ്യുമ്പം നമ്മൾ ഇപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം അതിനകത്ത് സിഗ്നലൊന്നും കൊടുക്കുന്നില്ല. അല്ലാതെ കോമൺ ആയിട്ട് നമ്മൾ ഏത് ആംപ്ലിഫയർ നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുമ്പം സാധാരണ പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ല, നെഗറ്റീവ് ഫീഡ്ബാക്ക്, അതായത് നെഗറ്റീവ് ടെർമിനലാണ് നമ്മൾ ഫീഡ്ബാക്ക് സർക്യൂട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് എ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ. അതിനകത്ത് ഗോൾഡൻ റൂൾ 2 ഉണ്ട്. വാട്ട് ഈസ് ഗോൾഡൻ റൂൾ? ഫസ്റ്റ് വണ്ണ്, ഓപ്പാമ്പ് ഡ്രോസ് നോ കറണ്ട്. ഓപ്പാമ്പ് ഡ്രോസ് നോ കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. സോ ദർ വിൽ ബി എ കറണ്ട്, ഒരു കറണ്ട് ഇങ്ങോട്ടുണ്ടാവും. ബട്ട് ദിസ് കറണ്ട്, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, നമുക്കിവിടെ ഒരു ജംഗ്ഷൻ കാണാൻ പറ്റില്ല. ദിസ് ജംഗ്ഷൻ ഈസ് VA ആൻഡ് ദിസ് ജംഗ്ഷൻ ഈസ് VB. ഈ പോയിൻ്റ് VB ആണ്, ഈ പോയിൻ്റ് VA ആണ്. ഓപ്പാമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2 ഇൻപുട്ട് ഇവിടെ 2 കൊടുത്തിരിക്കുകയാണ്. VA എന്ന് പറയുന്ന പോർഷൻ ഓഫ് Vin തന്നെയായിരിക്കും. ഓക്കെ, ഹിയർ ഓപ്പാമ്പിലേക്ക് ഈ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് ഇങ്ങനെ എൻട്രി ചെയ്യുന്ന കറണ്ടുണ്ട്, ലീവ് ചെയ്യുന്ന 2 കറണ്ട് ഉണ്ടാകും. ബട്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കറണ്ടൊന്നുമില്ല. ഓപ്പാമ്പ് ഡ്രോസ് നോ കറണ്ടാണ്. സോ ഇവിടെ വരുന്ന കറണ്ടല്ല ഇങ്ങോട്ടേക്കായിരിക്കും പോവുക. ഇതിൻ്റെ ഡയറക്ഷൻ നിങ്ങൾ നോക്കണ്ട, ഡിപ്പെൻഡിങ് അപ്പോൺ ദി സപ്ലൈ വോൾട്ടേജ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഡയറക്ഷൻ. ഈ ജംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് എന്ന് പറയുന്നത് ഓപ്പാമ്പിലേക്ക് പോവില്ല. അതിൻ്റെ സെക്കൻഡ് ഗോൾഡൻ റൂൾ ഈസ് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ്. എന്ത് സിഗ്നലാണോ ഇവിടെ ആ സിഗ്നൽ തന്നെയായിരിക്കും ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ ഈ 2 കൺസെപ്റ്റുകൾ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം ഈ 2 കൺസെപ്റ്റിൽ ഫസ്റ്റിൽ ഓപ്പാമ്പ് ഡ്രോസ് നോ കറണ്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ ജംഗ്ഷനിൽ VAയിൽ KCL അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൊല്യൂഷൻ അപ്ലൈ KCL അറ്റ് VA നോഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? VA മൈനസ് Vin ഡിവൈഡഡ് ബൈ R1 പ്ലസ് VA മൈനസ് V0 ഡിവൈഡഡ് ബൈ RF ഈക്വൽ 0. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. VA മൈനസ് Vin ഡിവൈഡഡ് ബൈ R1
plus VA minus V out divided by RF is equal to 0 അല്ലേ. ഈ ജംഗ്ഷൻ നോക്കുമ്പോൾ വി എ മൈനസ് വി ഇൻ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് വി എ മൈനസ് വി സീറോ ഡിവൈഡഡ് ബൈ ആർ എഫ് ഈസ് ഈക്വൽ ടു 0 ബിക്കോസ് ഈ ജംഗ്ഷൻ ഇങ്ങോട്ടേക്ക് കറണ്ട് പോകുന്നില്ല. ഓപ്പം ഡ്രോസ് നോ കറണ്ട് എന്നാണ് പറയുന്നത്. സോ ഈ കറണ്ട് നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദർ ഈസ് അനദർ കൺസെപ്റ്റ് ബൈ വെർച്വൽ ഗ്രൗണ്ട് വി എ ഷുഡ് ബി ഈക്വൽ ടു വി ബി. ബൈ വെർച്വൽ ഗ്രൗണ്ട് ആകുമ്പോൾ വി എ ഈസ് ഈക്വൽ ടു വി ബി, that is equal to 0 voltage. Okay, so you just apply this 0 voltage as V in. ഞാൻ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത്. സോ മൈനസ് വി ഇൻ ഡിവൈഡഡ് ബൈ ആർ വൺ പ്ലസ് മൈനസ് വി ഔട്ട് ഡിവൈഡഡ് ബൈ ആർ എഫ് ഈസ് ഈക്വൽ ടു 0. what we want to calculate, what is the gain of the inverting amplifier. എങ്ങനെയാണ് ഇതിൻ്റെ ഗെയിൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഹൗ വി ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ഗെയിൻ. സോ വാട്ട് ഈസ് ഗെയിൻ? ഗെയിൻ ഈസ് നത്തിങ് ബട്ട് വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഇൻ ആണ് ഗെയിൻ എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ് സർക്യൂട്ടിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. സോ മൈനസ് വി ഇൻ ഡിവൈഡഡ് ബൈ ആർ വൺ ഈസ് ഈക്വൽ ടു വി ഔട്ട് divided by RF. That is, what is V out by V in? V out by V in is equal to minus RF divided by R1. That is the gain of a inverting amplifier. ഇത് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത് വെച്ചിട്ട് ആണ്, ഈ ഒരു റൂള് വെച്ചിട്ടാണ് എല്ലാ പ്രോബ്ലംസും തന്നെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ the gain of an inverting amplifier is depending upon the feedback resistance and the input resistance. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പഴയ ആംപ്ലിഫയർ ഇപ്പോഴൊക്കെ എല്ലാം തന്നെ ഡിജിറ്റൽ ആംപ്ലിഫയേഴ്സാണ്. പഴയ ആംപ്ലിഫയർ സർക്യൂട്ടൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വോളിയൊക്കെ കൂട്ടാനായിട്ട് നിങ്ങൾക്കൊരു നോബ് ഉണ്ടാവും. ആ നോബ് തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വോളിയം കൂടും. നിങ്ങൾ പഴയ ആംപ്ലിഫയർ സർക്യൂട്ടൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു അതുപോലത്തെ ആംപ്ലിഫയർ സർക്യൂട്ടുകൾ. അതായത് ആ നോബ് തിരിച്ചു കഴിഞ്ഞാൽ ഒരു നോബ് ഉണ്ടാവും. ആ നോബിനകത്ത് ഇങ്ങനെ വട്ടത്തിൽ വോളിയം എന്നൊക്കെ എഴുതിയുണ്ടാവും. ഏറ്റവും ലെഫ്റ്റ് എക്സ്ട്രീം പൊസിഷനിലാണ് ഈ സൗണ്ട് കേൾക്കില്ല. അത് കൂട്ടും തോറും അതിൻ്റെ സൗണ്ട് കൂടിക്കൊണ്ടിരിക്കും അല്ലേ, നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതെന്ന് പറയുന്നത്, ആ നോബ് എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യോമീറ്ററാണ്. അപ്പോൾ ആ പൊട്ടൻഷ്യോമീറ്റർ ഇങ്ങനെ ഫീഡ്ബാക്ക് റെസിസ്റ്ററിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടേക്കും. ശരിക്കും ഒരു ഓപ്പറേഷൻ ആംപ്ലിഫയർ സർക്യൂട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ ഉള്ളിലിരിക്കുക. അപ്പോൾ ഈ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് വളരെ സ്മോളാണെങ്കിൽ ഈ സർക്യൂട്ടിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് വളരെ സ്മോളായിരിക്കും. വാട്ട് ഈസ് ഗെയിൻ? മൈനസ് ആർ എഫ് ബൈ ആർ വൺ ആണ് ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും സ്മോളർ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഏറ്റവും സ്മോളർ ഗെയിൻ ആയിരിക്കും. ആർ എഫ് ബൈ ആർ വൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയുകയാണ്, ഇപ്പോൾ ആർ വൺ എന്ന് പറയുന്നത് 10 ohm ആണെന്ന് വിചാരിക്കുക. ആർ എഫ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്, 1 kilo ohmൻ്റെ ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇനീഷ്യലി ഇത് 0 ആകുമ്പോഴോ നമുക്ക് ഗെയിൻ എന്ന് പറയുന്നത് ആർ എഫ് എന്ന് പറയുന്നത് വളരെ സ്മോൾ റെസിസ്റ്റൻസ് ആണെങ്കിലോ വളരെ സ്മോളർ കണ്ടീഷനിലായിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇല്ലയെന്ന് തന്നെ പറയാം. ആ കണ്ടീഷനാണ് നമുക്ക് വോളിയം ഒന്നും കിട്ടില്ലാത്തത്. ഇനി നമ്മൾ തിരിക്കും തോറും റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഗെയിൻ കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതായത് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടിക്കൊണ്ടിരിക്കും. ഈവൻ സ്മോൾ വോൾട്ടേജ് ആണ് ഇനി ഇൻപുട്ടിൽ കൊടുക്കുന്നത്. സോ ദാറ്റ് ഈസ് ആർ എഫ് ബൈ ആർ വൺ. ദാറ്റ് ഈസ് ഹൗ വി ആർ ഡിസൈനിങ് ആൻ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ യൂസിങ് ഓപ്പറേഷൻ ആംപ്ലിഫയർ. Okay, then what is this minus sign indicate? This minus sign indicating that this is a 180-degree phase shift. 180-degree phase shift ഉണ്ടെന്നാണ് ഈ മൈനസ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു 180-degree phase shift ഉണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാനൊരു ഓപ്പാമ്പായിട്ട് ഡിസൈൻ ചെയ്തേക്കുവാണ്. എൻ്റെ ഗെയിൻ 10 ആണെന്ന് വിചാരിക്കുക. 10 എന്ന് പറഞ്ഞാൽ -10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ സിഗ്നൽ എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ ഒരു സിഗ്നലാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. 1 വോൾട്ടേജിൻ്റെ ഒരു സിഗ്നലാണ് കൊടുത്തത്, ഇൻപുട്ടിൽ കൊടുത്തതെന്ന് വിചാരിക്കുക. സോ എൻ്റെ ഔട്ട്പുട്ടിൽ മൈ ഔട്ട്പുട്ട് ഇഫ് ദ ഗെയിൻ ഈസ് 10, കൺസിഡർ ഗെയിൻ
10 ആണെന്ന് വിചാരിക്കുക, ഗെയിൻ 10 ആണെന്ന് വിചാരിക്കുക. സോ ഐ വിൽ ഗെറ്റ് an output voltage like this. Okay, so this is minus 10 to plus 10. 0. Okay, hope this is clear. അപ്പോൾ +1 വോൾട്ടേജ് വരുമ്പോൾ എനിക്ക് -10 വോൾട്ടേജ് ആയിരിക്കും ഔട്ട്പുട്ടിൽ വരിക, വി ഔട്ടിൽ വരിക. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ദിസ് ഈസ് വാട്ട് ഈസ് ദ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് between input and output. Okay, hope this is very clear. Clear ആയെന്ന് വിചാരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? Then like that we can having non-inverting amplifier too. നമുക്ക് some of the കേസിൽ ഈ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവാൻ പാടില്ല. അതായത് പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഫേസ് ഷിഫ്റ്റ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ആ സമയത്ത് നമ്മൾ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുക. സോ നോൺ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ വി ആർ യൂസിങ് അറ്റ് ദാറ്റ് ടൈം. അപ്പം ഞാൻ എൻ്റെ സിഗ്നൽ കൊടുക്കുക നോൺ ഇൻവെർട്ടിംഗ് ടെർമിനലായിരിക്കും. സോ ലെറ്റ് we are applying V in apply ചെയ്യുന്നു. But the feedback and input resistance are in R of R1. Okay, let this is V in and this point is VA. Let this is VA. According to the virtual ground concept, VA is equal to V in. Here VA is equal to V. And if there is no current is flowing to the operation amplifier, so we can also apply KCL at VA node. When if we apply KCL at VA, what do you get? VA minus 0 divided by R1 plus VA minus Vout divided by Rf equal to 0. Okay, here VA is equal to V. Okay, so if I am applying VA as V in divided by R1 plus V in minus Vout divided by Rf is equal to 0. Okay, so take V in as common, then you will get 1 by R1 plus 1 by Rf minus Vout by Rf equal to 0. Okay, but you want to find out Vout by V, that is gain. You want to find out gain, so 1 by R1 plus 1 by Rf equal to Vout by Rf. So Vout by V in is equal to this will be goes here, that is 1 by R1 1 by Rf divided by R. What is 1 by R1 plus 1 by Rf? That is R of R1 plus Rf divided by R1 Rf.
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കിട്ടും ഡിവൈഡഡ് ബൈ ആർ. So by this solving this you will get gain as 1 plus RF by R. So that will be the gain of an non-inverting amplifier. Non-inverting amplifier ന്റെ gain എന്ന് പറയുന്നത് 1 plus RF by R1. Here from that we can find out that gain is positive. Gain positive ആണ്. There is no phase shift between input and output. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഒരു ഫേസ് ഷിഫ്റ്റ് ഇല്ലയെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് കിട്ടും, ഔട്ട്പുട്ടിൽ കിട്ടും ഗെയിൻ ആംപ്ലിഫൈ ആയിട്ട്. ഓക്കെ ഓക്കെ ഈ ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. ദെൻ ഓൾസോ we can do some addition circuit and a subtraction circuit. How you can do some addition circuit? Let I need to make an adder circuit. Okay. Adder circuit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സം വോൾട്ടേജസുകൾ ആഡ് ചെയ്യണം. ഓക്കെ, ലെറ്റ് ഐ ഹാവിങ് വി എ വോൾട്ടേജ്, വി ബി വോൾട്ടേജ്, വി സി വോൾട്ടേജ് എന്ന് പറഞ്ഞ വോൾട്ടേജുകളുണ്ട്, ഇൻപുട്ട് വോൾട്ടേജുകളുണ്ട്. വോൾട്ടേജസ് ആഡ് ചെയ്യണം. നീഡ് ടു ആഡ്. ഈ വോൾട്ടേജുകൾ ആഡ് ചെയ്യും. ഓക്കെ, ഈ വോൾട്ടേജുകൾ ആഡ് ചെയ്യാനായിട്ട് എങ്ങനെ ആഡ് ചെയ്യാം? എനിക്കൊരു ആഡർ സർക്യൂട്ട് ഉണ്ടാക്കണം. അപ്പം ലെറ്റ് ഐ ഹാവിങ് an operation amplifier, an inverting amplifier, okay. Here we can having the voltage VA, VB and VC voltages. That the resistance are RA, RB and RC, and also I can have a feedback resistance. This is the output voltage VC. എനിക്ക് ഈ 3 വോൾട്ടേജുകൾ ആഡ് ചെയ്യണം. ഇനി നോക്കാം എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് നോക്കാം. What is output voltage? Let this is the point Vx, this is the point Va. We know that according to the golden rule, Vx is equal to Vy and Vy is 0, that is Vx is also 0. And also apply KCL on at node X. Apply KCL at node X. Okay, so Vx, so if you apply KCL at node X, op-amp draws no current is flowing to the op-amp. So Vx minus Va divided by Ra plus Vx minus Vb divided by Rb plus Vx minus Vc divided by Rc plus Vx minus V0 divided by Rf is equal to 0. So that is the equation we got while we apply KCL at node X. Okay, so I can say that Vx minus Va divided by Ra plus Vx minus Vb divided by Rb, Vx minus Vc divided by Rc plus Vx minus Vout divided by Rf equal to 0. Okay, so let put Vx is equal to 0, virtual ground concept, then we will get minus Va divided by Ra plus minus Vb divided by Rb
plus minus VC divided by RC plus minus V0 divided by RF is equal to 0. In this order circuit, ഈ order circuit put RA, RB, RC and RF is equal to 1, or either you can put either, so I am not telling either. Let RA is equal to RB is equal to RC is equal to R. Let these resistance are same, all the resistance are same, then you can put minus 1 by R VA plus VB plus VC is equal to V0 by RF. Okay, and what is V0 minus RF by R VA plus VB plus VC. So the output voltage is proportional to the sum of the input voltages. If RF is also equal to R, then we can say that the output voltage is the exact sum of the input voltages. If RF is also equal to R, then we can say that output voltage V0 is equal to negative of VA plus VB plus VC. So this is how we can make an order circuit simply using an operation amplifier. Okay, clear ആയെന്ന് വിചാരിക്കുകയാണ്. Then like that we can also make subtractor circuit. So how to make a subtractor circuit using operation amplifier? Subtractor circuit. So that I am having this is the negative terminal and this is the positive terminal and this is the output terminal. Okay, so here I am applying a V1 voltage here, and here I am applying a V2 voltage here. Let this is a resistor R1 and we are applying an RF, and like that we are applying an RF here, RF here. This circuit simply acts as a subtractor circuit. Okay, so how this circuit acts as a, because the out here what it amplify the difference voltages between the input voltages V1 minus V2 അല്ലെങ്കിൽ V2 minus V1 അതിനെയാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്യുന്നത്. So the output voltage is like in the form of some gain factor multiplied by V2 minus V1 form. Okay, so this is നിങ്ങൾ തന്നെ ഇതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് നോക്കുക. Okay, let this point you can assume that VB, this point we can assume that VA, then VB is equal to VA. We know that VB is equal to VA. First of all you have to find out what is VB. So VB in form of V2 ൻ്റെ ഒരു ഫോമിൽ VB കിട്ടും, and apply KCL at node VA. So VA in form of V1 കിട്ടും, and VB and VA are both are same. Put VB is equal to VA, then you will get V out in the form of V1 and V2. ക്ലിയർ ആയി ഞാൻ എന്താ പറഞ്ഞതെന്ന്. ഇനീഷ്യലി VB ഈ ഇവിടെ ഓപ്പൺ ടോസ് നോ കറണ്ടാണ്, ഇങ്ങോട്ടേക്കും കറണ്ട് പോവില്ല ഇങ്ങോട്ടേക്കും കറണ്ട് പോവില്ല.
So apply KCL at this node, so you will get VB in the form of V2. Then apply KCL in the VA node, so you will get VA in the form of V1 and V out. Put VB is equal to VA, so you will get V out in the form of V1 and V2, and just find out what is V out. So you will definitely get V out in the form of V2 and V1, and that is proportional to V2 minus V1. That formula നമുക്ക് കിട്ടും. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ചെയ്യാൻ പാടില്ല, ഇത് ഞാൻ ഒന്നുകൂടെ ചെയ്യണ്ടല്ലോ എന്ന് കരുതിയാണ്. നിങ്ങൾ തന്നെ ചെയ്യുക. ജസ്റ്റ് സിമ്പിൾ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങളിതൊരു അസൈൻമെൻറ്റ് പോലെ ചെയ്തിട്ട് എനിക്കൊന്ന് അയച്ചു തരണേ. സോ ലെറ്റ് ദിസ് ഈസ് ഓഫ് assignment. You just find out what is V out. You will get V out in the form of V2 minus V14. ആ ഫോമിലേക്ക് നിങ്ങൾ ഈ ഇതിൽ നിന്ന് എങ്ങനെ എത്തിക്കും എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ, വെരി ക്ലിയർ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക്. ഞാനിത് ചെയ്യണ്ടല്ലോ ഇവിടെ. ഓക്കെ, ദെൻ നമുക്ക് പ്രീവിയസ് ഇയറിൽ നെറ്റിലൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് 2011 ചോദിച്ചതാണ്, കുറച്ച് പഴയ ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ദിസ് ഇസ് വെരി റെലവൻറ്റ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ഫൈൻഡ് ഔട്ട് ദാറ്റ്. So this is an inverting amplifier. പോസിറ്റീവ് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. This is P. You have to find gain of the circuit. Okay, just gain of the circuit. 2011 നെറ്റ് ചോദിച്ചാൽ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ഇൻവെർട്ടിംഗ് ആംപ്ലിഫയർ ആണിത്. ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് -RF/R1 ആണ്. But actually you don't know what is RF. RF is the effective of this resistive network. ഈ റെസിസ്റ്റീവ് നെറ്റ്വർക്കിൻ്റെ എഫക്റ്റീവ് ആണ് RF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ. ദിസ് ഈസ് RF. But you don't know the effectiveness of this network. So what you are going to do is just apply KCL at each node. Each node means initially you can apply, let this point is VA, this point is VB, let this point is VC, and this point is VD. Initially you can VB is equal to VA, that you know. Apply VA, KCL at VA, you will get VC in the form of VA. Okay, then apply KCL at this node, you will get VD in the form of VIN. Apply KCL at this node, you will get V out in the form of VIN. So divide this V0 by VIN, you will get the gain of the entire circuit. Okay, hope this is clear. So let me do this, otherwise you will confuse. So first of all, you know VA is equal to VB, that is virtual ground concept ആണ്.
Okay, so apply KCL at VA. Then what will get? VA minus VN divided by R plus VA minus VC divided by R is equal to 0. Okay, so VA minus VN divided by R plus VA VC divided by R is equal to 0, and VA is equal to 0 because VB is equal to virtual ground, so VA is equal to 0. From that you will get what is VC? VC is simply V. ഇതിൻ്റെ 0 എടുത്തു കഴിഞ്ഞാൽ minus VN divided by R minus VN. So you will get VC is equal to minus VN. So this is clear. VC minus VN ആയിട്ട് കിട്ടും. VC is equal to minus VN. So apply KCL at this node VC. Apply KCL at VC. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓരോന്നും ഇങ്ങനെ അപ്ലൈ ചെയ്ത് തന്നെ പോകണം. സോ വി സിയിൽ അപ്ലൈ ചെയ്ത വി സി മൈനസ് വി എ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് വി സി മൈനസ് വി ഡി ഡിവൈഡഡ് ബൈ ആർ പ്ലസ് വി സി മൈനസ് 0 ഡിവൈഡഡ് ബൈ ആർ ഈസ് ഈക്വൽ ടു 0. സോ അപ്ലൈ KCL at VC, you will get VC minus VA divided by R plus VC minus VD divided by R plus VC minus 0 divided by R is equal to 0. Okay, we know that VA is equal to 0 and VD we don't know. VC we know that minus VE. So from that minus VN divided by R plus minus VN divided by R minus VD divided by R plus minus Vn divided by R is equal to 0. So here minus 3Vn divided by R is equal to Vd divided by R. That is Vd is equal to minus 3V. So you will get Vd in the form of V. And also you can apply KCL at this node, then Vd minus Vc divided by R, Vd minus 0 divided by R plus Vd minus V0 divided by R. Okay, so you can say like that, Vd minus Vc divided by R plus Vd minus 0 divided by R plus Vd minus V0 divided by R equal to 0. What is Vd? Vd is minus 3Vn, and what is Vn? Vn is equal to minus Vn divided by R plus Vd minus 3Vn divided by R plus minus 3Vn divided by R is equal to V0 divided by R. So here minus 3Vn plus Vn, that is minus 2Vn, minus 2Vn minus 3Vn minus 3Vn, that is minus 8Vn, minus 8Vn divided by R is equal to V0 divided by R. That is V0 by Vn is equal to minus 8. So that is the gain of the amplifier. What is minus sign indicate? Minus sign indicating that this is an inverting amplifier, and here I am applying KCL at Vd. Okay. So you will get minus 8. Hope this is clear. Clear അല്ലേ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പ്രോബ്ലത്തിൽ എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചൊരു പ്രോബ്ലമാണ്. ഞാനൊന്നുകൂടെ പറയേണ്ട കേസുണ്ടോ ഇതിനകത്ത്?
ക്ലിയർ ആണോ? ഡൗട്ടൊന്നും ചോദിക്കുന്നില്ല, ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, സോ this is the way to find out the problems or solve the problems. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലത്തെ എല്ലാ പ്രോബ്ലംസിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യം ഗോൾഡൻ റൂൾസ് അറിയുക എന്നുള്ളതും നിങ്ങൾക്ക് KCL എന്ന് പറയുന്ന ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റൂൾ അറിയുക എന്നുള്ളതാണ്. അത് രണ്ടും അറിയാമെങ്കിൽ ഇതുപോലത്തെ എല്ലാ പ്രോബ്ലംസും തന്നെ നിങ്ങൾക്ക് സോൾവ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ നമ്പർ 2, ഇത് പ്രീവിയസ് ഇയറിൽ ഗേറ്റിൽ ചോദിച്ച പ്രോബ്ലമാണ്. സോ okay, so 1K, there is a 2K, 2 milliwatt, 5 milliwatt. Okay, and the problem is out. You have to calculate current through 100K. And P out. So in this problem there is two things. You have to find out the current through this 100K resistor and also output voltage. Okay, output voltage കണ്ടുപിടിക്കണം. ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് KCL അപ്ലൈ ചെയ്താൽ മതിയാവും. ലെറ്റ് ദിസ് പോയിന്റ് ഈസ് VA and this point is VB and VB is equal to VA and apply KCL at VA. So what will we get? Apply KCL, VA minus 2 millivolt divided by 1K plus VA minus 5 millivolt divided by 2K plus VA minus V out divided by 100K is equal to 0. Okay, so VA minus 2 millivolt divided by 1K plus VA minus 5 millivolt divided by 2K plus VA minus V out divided by 100K is equal to 0. Put VA is equal to 0, then what you get? VA 0 ആണെങ്കിൽ എന്ത് കിട്ടും? This is just 2K, that is minus 4 minus 9 minus 9 millivolt divided by 2K is equal to V out divided by 100K. Okay, so this is 59 into 5, that is 450. That is V out is equal to minus 450 millivolt. And also you have to find out what is the current flowing through the 100K. What is the current flowing through the 100K? 100Kയിലൂടെ പോകുന്ന കറണ്ട് എത്രയാണ്? ഇതിലൂടെ പോകുന്ന VA minus V out divided by 100K, flowing through the 100K. So current through 100K
is nothing but VA minus Vout divided by RF and current through this 100K. What is VA? VA is 0 and Vout is minus 450 millivolt. What is RF? RF is nothing but 100K is the current. So what is the current? That is 450, that is 4.5 divided by, that is 4.5 microampere. 4.5 microampere. Okay. So this is very simple problem. പക്ഷേ ഇതൊക്കെ ഗേറ്റിന് ചോദിച്ച പ്രോബ്ലംസ് ആണ്. സോ ഹോപ്പ് ദിസ് ഇസ് വെരി ക്ലിയർ. ഞാൻ 1-2 പ്രോബ്ലംസ് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ടും തരാം. ഹോപ്പ് ദിസ് ഐഡിയ ഈസ് വെരി ക്ലിയർ. നിങ്ങൾക്ക് ഏത് പ്രോബ്ലം ഓപ്പറേഷൻ ആംപ്ലിഫയർ വെച്ചിട്ടുള്ള എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഈ ഗോൾഡൻ റൂൾ വെച്ചിട്ടും കിർച്ചോഫ് കറണ്ട് ലോ വെച്ചിട്ടുമാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എല്ലാ പ്രോബ്ലംസും തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹോപ്പ് ദിസ് ഇസ് വെരി ക്ലിയർ. ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ 1-2 പ്രോബ്ലംസ് നിങ്ങൾക്ക് ഹോംവർക്ക് പോലെ തരാം. ബാക്കിയുള്ളത് നാളെ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.